ഇന്നിതാ അപ്പോൾ ഇതുമുന്ന് മദ്രസൊക്കെ തുറന്നു കേട്ടോ. ഓളെ മദ്രസക്കൊക്കെ പറഞ്ഞയച്ച് നമ്മുടെ കുറച്ച് ചിന്ന ചിന്ന പരിപാടികളൊക്കെ തീർത്തിട്ട് ഇതാ ഞാൻ മുകളിൽ എത്തിയിട്ടുണ്ട്. കിച്ചണിക്ക് ഒന്നും പോയിട്ടില്ല, പിന്നെ ഫുഡും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. വെയിലൊന്ന് ചൂടാവുന്നതിന് മുന്നേ കുറച്ച് മുകളിലൊന്ന് അടുക്കി പൊറുക്കി വെക്കാനും, പിന്നെ ഇനി അടുത്ത് സ്റ്റിച്ചിങ് വീഡിയോ നമ്മുടെ ചാനലിലേക്ക് ഇടാൻ എന്താണ് സ്റ്റിച്ച് ചെയ്യുക എന്നൊക്കെ നോക്കാനും, ഏതാണ് മോഡൽ തയ്ക്കാന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നതാണ് കേട്ടോ. ഐറൂസ് ഉറങ്ങുന്ന സമയത്ത് നമുക്ക് ആ ഒരു കാര്യത്തെ ഒന്നും ഇങ്ങോട്ട് ആലോചിച്ച് നോക്കാനൊക്കെ ഒരു ടൈം കിട്ടുള്ളൂ. അപ്പോൾ ഞാനിതാ ഈ ഒരു ക്ലോത്ത് വെച്ചിട്ടാണ് നമ്മൾ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന ഒരു പിങ്ക് കളർ ക്ലോത്ത്. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നൊക്കെ കുറച്ച് നേരം ഇങ്ങനെ ആലോചിച്ച് നോക്കി നിന്നു. പിന്നെ ഒരു ക്ലോത്തും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ക്ലോത്ത് ഇത് മോളൂന് വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നേ. അപ്പോൾ ഇതിനും ലേസും കാര്യങ്ങളൊക്കെ വാങ്ങാനുണ്ട്. അപ്പോൾ ഇന്ന് വൈകുന്നേരം എന്തായാലും ഒന്ന് പുറത്ത് പോകണം. അപ്പോൾ പുറത്ത് പോകുമ്പോൾ അതിനുള്ള ലേസൊക്കെ വാങ്ങാം ഒക്കെ ഒന്ന് വിചാരിച്ചൊക്കെ എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് മടക്കി വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതായത് ഞാൻ പുറത്തൊക്കെ പോയപ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു ചുരിദാറായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിവിടെ ആയാലും ഇങ്ങനെ നമ്മൾ മുകൾ ഭാഗത്ത് അങ്ങനെ ഈ റൂമിൽ മൊത്തം ആയാലും കെട്ടിയിട്ടുണ്ട്. അപ്പോൾ പുതിയതൊക്കെ കൊണ്ടുവന്ന് നിർത്തിയിടാൻ വേണ്ടിയിട്ട് അങ്ങനെ കെട്ടിയതാണ്. അങ്ങോട്ട് ആരും കിടക്കാനൊന്നും വരാത്തതല്ലേ. അപ്പോൾ അങ്ങനെ ആയിട്ട് അൽമറയ്ക്ക് മടക്കിയൊക്കെ ഉണ്ടല്ലോ, ഒന്ന് നമ്മൾ ഇട്ട് കണ്ട് വിയർപ്പോടൊക്കെ മടക്കിയൊക്കെ ഉണ്ടല്ലോ, കുറച്ചൊന്ന് വിയർപ്പൊക്കെ വറ്റിയിട്ട് മടക്കിയൊക്കെയാന്ന് കരുതിയിട്ടാണ് ഈ ആയാലും ഇവിടുന്ന് കഴിച്ചു വെക്കാത്തത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മടക്കി വെച്ചു. പിന്നെ തന്നെ ഈനുവിൻ്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ അലക്കിയതൊക്കെ ഞാൻ ഇതുമ്മൂൻ്റെ അടുത്ത് ഇങ്ങോട്ട് കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. മോൾക്ക് കയറാൻ മടിയാകുമ്പോൾ ഓളെടുത്താണ് ഓരോ സാധനങ്ങൾ ഇങ്ങനെ കൊടുത്തേക്കട്ടോ. മുകളിൽ ബെഡിൽ കൊണ്ടുപോയി വെച്ചാളാന്ന് പറഞ്ഞിട്ട് 2 ദിവസമായിട്ട് ഓളയിൽ അങ്ങ് കൊടുത്തു വെച്ചിട്ട് ഓൾ ഇവിടെ കൊണ്ടുവന്ന് അങ്ങനെ വെക്കും. ഒന്നും അലമാരയ്ക്ക് എടുത്ത് വെച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതൊക്കെ ഇതുമ്മൂൻ്റെ വേറെ നീനുവിൻ്റെ വേറെ അങ്ങനെ ഓരോ സെക്ഷൻ ആക്കിയിട്ട് അങ്ങനെ തിരിച്ച് വെക്കുകയാണ്. ഇനിയിപ്പോൾ നീനുട്ടി വരാനായി. ഓക്കെ, ഇപ്രാവശ്യം പെരുന്നാൾക്ക് 3 ദിവസം ലീവ് ഉള്ളതുകൊണ്ട് തന്നെ പിന്നെ 10 ദിവസം കഴിഞ്ഞിട്ടായിട്ട് ഇനി ലീവ് ഇട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് സെറ്റാക്കി അയൺ ചെയ്തൊക്കെ വെക്കണം എന്നൊക്കെ വിചാരിച്ചു. അപ്പോഴാണ് താഴേന്ന് ഭയങ്കര ബഹളം കേട്ടോ. അപ്പോൾ ഞാനെല്ലാം മടക്കി വെക്കൽ നിർത്തിയിട്ട് കുറച്ചും കൂടി ഉണ്ട്. ഈ രാത്രി എപ്പോഴെങ്കിലും കയറാമെന്ന് കരുതി നിർത്തിയിട്ട് താഴേക്ക് വന്നപ്പം മോളും ഐറൂസും കൂടിയുള്ള യുദ്ധമാണ്. ഞാൻ മോൾക്ക് കയറിയ സമയം ഉണർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള അടിയും ഒച്ചയും ബഹളൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ താഴേക്ക് വന്നപ്പോഴേക്കും ഇതും മദ്രസൊക്കെ ഇട്ട് വന്നിട്ട് ഉമ്മച്ചി കഴിഞ്ഞാൽ അതിൻ്റെ കുറ്റി പൊളിച്ചാണ്. കാരണം സ്കൂൾ പൂട്ടിയല്ലോ. ഓൾ ഈ കുറ്റിക്ക് പൈസ ഒരു 1-2 മാസമായിട്ട് ഇങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്തിനാണെന്ന് വെച്ചാൽ ഒക്കെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ വാങ്ങാനുണ്ട്. അത് ഞാൻ ഇനി അടുത്ത വീഡിയോയിൽ പറയാം. അപ്പോൾ അങ്ങനെ വാങ്ങാനുള്ള കുറച്ച് സാധനം വാങ്ങാൻ വേണ്ടിയിട്ട് ഓളായിട്ട് കിട്ടുന്ന മുട്ടായി വാങ്ങാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന പൈസയൊക്കെ ഉണ്ടാവുമല്ലോ, അതേപോലെ പെരുന്നാൾ പൈസ അങ്ങനെയൊക്കെ ഇട്ട് വെച്ചതാണ്. അപ്പോൾ കുറ്റിയൊക്കെ പൊളിച്ചപ്പം കുറച്ച് പൈസ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ട്. വൈകുന്നേരം കടയിൽ പോകാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഐറൂസിന് പിന്നെ അതിൽ നിന്ന് ഒരു 20 രൂപ എടുത്തിട്ട് ഓക്കൊരു ഐസ്ക്രീമും ഐറൂസിന് ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിയിട്ടോ. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ നമ്മളിതാ ദോശ ചുട്ടുകൊടുത്തു. കറി ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ ഹസ്ബൻഡ് ഇന്നേ വണ്ടി കൊണ്ടിട്ട് വർക്ക്ഷോപ്പൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. ഉച്ചയാവും എത്താനെന്ന് പറഞ്ഞു. കുറച്ചും കൂടി പണിയുണ്ടായിരുന്നു. അപ്പോൾ അതിന് പോയതാണ്. അപ്പോൾ ഉച്ചയാവെന്ന് പറഞ്ഞപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റിനെ കാര്യമായിട്ട് ഉണ്ടാക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി. മോളുതാ ഞാനൊക്കെ ചായ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞുടത്തിലുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ.